ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് എബിഡി സാറാണേ. ഇന്ന് സാർ വന്നിട്ടുള്ളത് ലാൻഡ് ഫോംസ് ആൻഡ് ലൈഫ് എന്നുള്ള നമ്മുടെ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് ഇന്ത്യ ക്ലാസ് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിത്തിൻ 10 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ത്രൂ ഔട്ട് ഇന്ത്യ ക്ലാസ് കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോകും അല്ലേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം ദ 2 ഹയസ്റ്റ് പീക്സ് ഇൻ ദ ഹിമാലയാസ്. ഹിമാലയസിലെ 2 ഹയസ്റ്റ് പീക്സിൻ്റെ പേര് എഴുതാനാണ് നമുക്കിവിടെ ചോദ്യം വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൗണ്ട് എവറസ്റ്റ് ആൻഡ് കാഞ്ചൻജംഗ. ഈ രണ്ടുമാണ് നമ്മൾ, കാഞ്ചൻജംഗയും അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റ്, ഈ രണ്ടുമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നെയിംസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 പേരുകൾ മക്കൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ. സാർ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെയാണോ ചെറുതാണോ എന്ന് മക്കൾ ചോദിക്കേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെറുത് നമുക്ക് തുടങ്ങാം, ഒരു സ്മോൾ ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. Then the second question is, it's a lengthy question അല്ലേ. What are landforms and how many types are there എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ലാൻഡ് ഫോംസ്, എത്ര ടൈപ്സ് ഉണ്ട് ഈ ലാൻഡ് ഫോംസ്, ഈ 2 കാര്യങ്ങളാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ലാൻഡ് ഫോംസ് ഫസ്റ്റ് നോക്കണം അല്ലേ. ലാൻഡ് ഫോംസ് ആർ നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് ദ സർഫേസ് ഷേപ്ഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ത്രൂ പ്രോസസ് ലൈക്ക് ഇറോഷൻ ആൻഡ് അപ്ലിഫ്റ്റ്. ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എർത്തിൻ്റെ സർഫേസിലുള്ള ഒരു നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ് എന്ത് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓവർ 1 മില്യൺ ഇയേഴ്സ് എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലോങ് പ്രോസസ്സിലൂടെയാണ് ലാൻഡ് ഡിഫറെൻറ്റ് ഷേപ്പുകളിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഫിസിക്കൽ കണ്ടീഷനിലേക്ക് എന്ത് മാറുന്നത്, ലാൻഡ് മാറുന്നതിൽ ഈ റോഷനും അപ്ലിഫ്റ്റും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിലോ, മൗണ്ടെയിൻസ് ഉണ്ട്, പ്ലേറ്റ്യൂസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ലാൻഡ് ഫോംസ് ആണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ there are 3 primary types of landforms mentioned. Mountains, which are the elevated areas with high peaks. Plateaus ആണെങ്കിൽ which are elevated areas with flat tops. And plains, which are the large stretches of flat land. നമ്മൾ പറയുന്നത് ഫസ്റ്റ് മൗണ്ടെയിൻസ് പറയുമ്പോൾ എലിവേറ്റഡ് ഏരിയാസ് ആണ്, അതുപോലെ തന്നെ എന്താണ് ഹൈ പീക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ പ്ലേറ്റ്യൂസ് നോക്കുകയാണെങ്കിൽ എലിവേറ്റഡ് ഏരിയാസ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ എന്താ പറയുക ടോപ്പ് ഫ്ലാറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ പ്ലെയിൻസ് ആണ്, ഒരു സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ലാർജ് ലാൻഡ് ആണ് പ്ലെയിൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലോ, deserts are discussed and another type of landforms characterized by their arid conditions. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഡെസേർട്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലാൻഡ് ഫോംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ലാൻഡ് ഫോംസ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാടാ, വാട്ട് ആർ മൗണ്ടെയിൻസ് ആൻഡ് ഹൗ ഡു ദേ ഡിഫർ ഫ്രം ഹിൽസ്. എന്താണ് മൗണ്ടെയിൻസ്, ഹിൽസും അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത് നമുക്ക് നോക്കാം. Mountains are large landforms that rise prominently above their surroundings, typically having steep slopes, pronounced summit, and a significant height above sea level. Examples include Mount Everest and Kanchenjunga. In contrast, hills are smaller and less steep than mountains, with more rounded tops. ഇവിടെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയുക, ഹിൽസ് എന്ന് പറയുമ്പോൾ സ്മോളർ ആൻഡ് ലെസ് സ്റ്റീപ്പ് ആണ് നമുക്ക് കാണാൻ പറ്റും മൗണ്ടെയിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, റൗണ്ടഡ് ടോപ്സ് ആണ് നമ്മൾ ഹിൽസിൽ കാണുന്നത്. ഓക്കെ, ദെൻ മൗണ്ടെയിൻസ് ടെൻഡ് ടു ഹാവ് മോർ dramatic impacts on environment and climate than hills, and they usually feature more extreme biodiversity. അതുകൂടാതെ ഹിൽസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിലാണെങ്കിലും ക്ലൈമറ്റിലാണെങ്കിലൊക്കെ കുറച്ചും കൂടി മോർ റോൾ എന്തിനുണ്ട്, ഈ പറയുന്ന മൗണ്ടെയിൻസിന് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം, what is terrace farming and why it is used in mountains. ടെറസ് ഫാമിംഗ് നമുക്ക് കൂടുതലും മൗണ്ടെയിൻ റീജിയൻസിലാണ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ടെറസ് ഫാമിംഗ്, അത് എന്തുകൊണ്ടാണ് മൗണ്ടെയിൻ റീജിയൻസിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Terrace farming involves a creation of stopped areas on mountain slopes for agriculture. This method is used in mountainous regions where the terrain is too steep for traditional farming. ട്രഡീഷണൽ ആയിട്ട് ഈ പറയുന്ന മൗണ്ടെയിൻ റീജിയൻസിൽ ഈ പറയുന്ന സ്റ്റെപ്പ് പോലെയുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, ഈ പറയുന്ന സ്റ്റെപ്പ് സ്ലോപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫാമിംഗ് മെത്തേഡാണ് എന്ത് പറയുന്നത്, ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ടെറസ് ഫാമിംഗ് പ്രിവെന്റ് ഇറോഷൻസ് ആൻഡ് സർഫേസ് റൺ ഓഫ്, maximizing water retention and allowing crops like rice and barley to be cultivated. നമുക്ക് കാണാൻ പറ്റും ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനും, അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ റൈസ്, ബാർലി പോലുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആണ് ഈ പറഞ്ഞിട്ട് എന്താ പറയുക ടെറേസ് ഫാമിംഗ് നമുക്ക് കാണാൻ പറ്റും. Then this technique is essential in areas like North India where the flat land is scarce. Then flat land is scarce ആയില്ല, അല്ലെങ്കിൽ ഫ്ലാറ്റ് ലാൻഡ് കുറവുള്ള നോർത്ത്
നോർത്ത് ഇന്ത്യയിലേക്ക് എന്താണ് ഈ പറയുന്ന ടെറസ് ഫാമിംഗ് കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി എന്താണ് അപ്ലിക്കബിൾ ആണ് നമുക്ക് കാണാൻ പറ്റും. മേക്കിംഗ് ക്രിട്ടിക്കൽ അഡാപ്ഷൻ ഓഫ് സസ്റ്റൈനിങ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഈ ഏരിയാസിൽ നമ്മൾ നോർമൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി പോസിബിൾ അല്ലാത്ത ഏരിയാസിൽ ടെറസ് ഫാമിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ കൂടുതലും അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നമുക്ക് കൂടുതലും അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇടാ. വാട്ട് ഇസ് പ്ലേറ്റ്യൂ ആൻഡ് നെയിം 2 എക്സാമ്പിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് പ്ലേറ്റ്യൂസ്? 2 എക്സാമ്പിൾസ് ആണ് അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ പ്ലേറ്റ്യൂ ഇസ് എലവേറ്റഡ് ഏരിയാസ് വിത്ത് എ ഫ്ലാറ്റ് ടോപ്പ് സ്റ്റീപ്പ് സ്ലൈഡ്സ് ദാറ്റ് റൈസ് ഷാർപ്ലി എബോവ് സറൗണ്ടിങ് ലാൻഡ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എലവേറ്റഡ് ഏരിയാസ് തന്നെയാണ്, പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്സ് ആയിരിക്കും എന്തിനുണ്ടാവുന്നത്, ഈ പറയുന്ന പ്ലേറ്റ്യൂസ് ഉണ്ടാവും. നമ്മൾ മൗണ്ടെയിൻസ് കമ്പയർ ചെയ്യുമ്പോൾ മൗണ്ടെയിൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പൊക്കെ ആണെങ്കിലോ ഒരു കുർത്ത രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന പ്ലേറ്റ്യൂസിലേക്ക് പോകുമ്പോൾ അവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പ് പൊസിഷനാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 2 എക്സാമ്പിൾസ് മെൻഷൻഡ് ഇൻ ദ ടിബറ്റൻ പ്ലാറ്റ്യൂ. 2 examples mentioned are Tibetan Plateau referred to as the roof of the world and due to its high elevation, and the Deccan Plateau in India is known as the rich volcanic soil. നമ്മൾ 2 പ്ലേറ്റ്യൂസ് ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, ടിബറ്റൻ പ്ലേറ്റ്യൂം അതുപോലെ തന്നെ ഡെക്കാൻ പ്ലേറ്റ്യൂം. റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ് ടിബറ്റൻ പ്ലേറ്റ്യൂ അറിയപ്പെടുന്നത്. അതുകൂടാതെ റിച്ച് വോൾക്കാനിക് സോയിലൂടെയൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ്യൂം എന്ത് ചെയ്യുന്നത് ഫേമസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ പ്ലേറ്റ്യൂസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ദർ യൂണിക് എക്കോസിസ്റ്റംസ് ആൻഡ് ഓഫ്റ്റൻ റിച്ച് ഇൻ മിനറൽസ് മേക്കിംഗ് ദം ഇമ്പോർട്ടൻറ്റ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അതുകൂടാതെ മിനറലി റിച്ച് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണത് പ്ലേറ്റ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ലാൻഡ് ഫോംസ് ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 5 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമല്ലടാ, ഈ 5 ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ നോക്കിയത്. എന്താണ് ലാൻഡ് ഫോംസ്, എന്താണ് മൗണ്ടെയിൻസ്, എന്താണ് പ്ലേറ്റ്യൂ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മളെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം വളരെ ഷോർട്ടായിട്ട് നെക്സ്റ്റ് ക്ലാസ്സസിൽ എന്ത് ചെയ്യാം എടുത്തു തീർക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും വരാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.